ഹാജിയായി വന്നിട്ടും അതിന് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഹജ്ജിനെന്തോ പ്രശ്നമുണ്ട്, നമുക്കെന്തോ പ്രശ്നമുണ്ട്. പെണ്ണുങ്ങളായ ആളുകൾക്കുണ്ട് ളുഹർ പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞമ്മക്കണ്ട് തോന്നല 3:45 ബാങ്ക് എന്ന്, എന്നിട്ട് അസറിലേക്ക് മുട്ടിക്കലാണ്. ആ പരിപാടി ഒഴിവാക്കണം. കിതാബം മൗക്കൂത്താന്ന് ആണുങ്ങളോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അത് നിർണയിക്കപ്പെട്ട നിസ്കാരമാണെന്ന് പറഞ്ഞത് ആണുങ്ങളോട് മാത്രമല്ല. ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആ സമയത്ത് നിസ്കരിക്കണം. അല്ലാതെ 3:45 ളുഹറും പിന്നെ 5:45 അല്ലെങ്കിൽ 6:15 അസറുമല്ല. നിർണയിക്കപ്പെട്ട സമയമാണ്. നിങ്ങളെ കയ്യിലുള്ള ഈ പറയപ്പെടുന്ന കറിക്ക് വേണ്ടിയിട്ട് അരച്ചതും അല്ലെങ്കിൽ ചോറിന് വേണ്ടി ഊറ്റിയതൊന്നും നജസല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആലിം ഒരു അടിക്കുറിപ്പ് എഴുതി. അദ്ദേഹം ഈ ലോകത്തോട് ഈ അടുത്തിടെ വില പറഞ്ഞു. ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട്, ആ ഷെയർ ചെയ്തത് വേറെ ആൾക്കാരാണ്, അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതി ഏകദേശം 60ഓളം നിലയുള്ള ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും തെറിച്ചു നിൽക്കുന്ന ഒരു ഇതുണ്ട്, പിന്നെ ക്രെയിൻ, അഥവാ ബിൽഡിങ്ങിലേക്ക് സാധനം കയറ്റുന്ന നീണ്ട ക്രെയിനാണ്. ആ ക്രെയിനിൻ്റെ മുകളിൽ നിന്നിട്ടൊരു സാധു മനുഷ്യൻ നിസ്കരിക്കുന്നു. പണിയായതുകൊണ്ട്, ചൂടുള്ള സമയമായതുകൊണ്ട്, പണി നടക്കുന്നതുകൊണ്ട്, താഴത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ചിട്ട് ളുഹർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയത്, അള്ളാഹു ഇദ്ദേഹത്തിന് എത്ര പ്രതിഫലം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഹറം ഷെരീഫിൽ പോയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ഏറ്റവും പ്രതിഫലം കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ മദീനയിലാണ് പ്രതിഫലം കിട്ടുക. പക്ഷേ ഈ നിസ്കാരത്തിന് അള്ളാഹു അതിനേക്കാൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഒരു പക്ഷേ അള്ളാഹു ഈ നിസ്കാരത്തിന് അതിനേക്കാൾ പ്രതിഫലം കൊടുത്തേക്കാം. ആ സമയമാണ് പ്രശ്നം. മിനിയാന്ന് ഞാൻ ദുബായിൽ നിങ്ങോട്ട് വരുമ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെ സമയമാണ്. 4 മണിക്ക് അവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുകയും ചെയ്തു. എന്നാൽ 4:20 നിസ്കരിക്കാൻ. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തല്ല, അവിടുന്ന് സത്യത്തിൽ അവിടുന്ന് ഒന്ന് ഒതുകൊടുത്ത് കയറിയാൽ മതി, അരമണിക്കൂർ കഴിഞ്ഞാൽ ആ സീറ്റിലിരുന്ന് നിസ്കരിച്ച് കണ്ട ആൾക്ക് ഉറങ്ങാം. പക്ഷെ ഞാനിങ്ങനെ വാച്ച് ചെയ്തപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ നിസ്കരിക്കുന്നില്ല. കാരണം യാത്രയിൽ എന്താ, അത് വീട്ടിൽ പോയിട്ട് കള്ളാവ് കിട്ടുക എന്നുള്ളൊരു പരിപാടിയാണ് എല്ലാവർക്കും. അതൊക്കെ നിർത്തണം. നമ്മളോട് പഠിപ്പിച്ചത് എന്താ? നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങൾ മൂത്രവാർച്ചക്കാരെ പോലെ, അഥവാ അപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം, ആശുപത്രി കിടക്കുകയാണ്, എന്നിട്ട് മൂത്രം ഇങ്ങനെ കുഴലിലൂടെ പോവാൻ, അവിടെ കിടന്ന് നിസ്കരിക്കണം. ആ നിസ്കാരം തീരുന്നത് വരെ ആ മൂത്രം പോലും നജസല്ല എന്നാണ് ഫിഖ്ഹിൻ്റെ അവഗാഹതയുള്ള പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ്, അവിടുന്ന് ഇളകാൻ പറ്റുന്നില്ല, കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല, തല മാത്രമേ ഇളകുന്നുള്ളൂ. പക്ഷേ നിസ്കാരം ഖളാ ആണെന്ന് തോന്നിയാൽ അവിടെ നിന്നിട്ട് നിസ്കരിച്ചേക്കണം. സമയത്തെ പാലിക്കണം. നമുക്ക് ഈ ഖളാ കുറച്ച് കൂടുതലാണ്. ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം. ആശുപത്രിയിൽ ചില ആശുപത്രിയിൽ നിൽക്കണവർ വരെ നിസ്കരിക്കൂല. ഇവിടെ നജസ് ആണ് തീരുമാനിക്കുക, നമ്മളിവിടെ നജസാണെന്ന്. എപ്പോഴും ആശുപത്രി കഴുകി തുടക്കണം. അവിടെയൊക്കെ നിന്ന് നിസ്കരിക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. എന്ത് രസം ഉണ്ടാവും പോകുന്ന ഫ്ലൈറ്റിൽ. അത് പിന്നെ മടക്കി നിസ്കരിക്കണം അതൊക്കെ ഞങ്ങൾ ഉലമാക്കളോട് ചോദിച്ചോളി. ഫ്ലൈറ്റിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആകാശത്തെ ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മേഘങ്ങളെ ഭേദിച്ചുകൊണ്ട് പോകുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് എന്തൊരു ഇഷ്ടം ഉണ്ടാവും. ആർക്കെങ്കിലും ശല്യമുണ്ടോ സീറ്റിൽ ഇരുന്നിട്ടൊന്ന് നിസ്കരിക്കാൻ? ആർക്കും ശല്യമില്ലാതെ നമുക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇബാദത്ത് എന്ന് പറയുന്നത് കൃത്യമാക്കണം. ഇനി നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചു പോയി വന്നവർ, മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാ? ഒന്ന് തഹജ്ജുദാണ്, മറ്റൊന്ന് നിർണിതമായ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സമയത്ത് നിർണിതമായ, മറ്റൊന്ന് ളുഹാ നിസ്കാരമാണ്. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ്. ഒരു ദിവസത്തിൽ സ്ത്രീകൾക്ക് ചില സമയത്ത് പറ്റില്ല എന്ന് വെക്കാം, എന്നാൽ ഒരു ദിവസത്തിൽ ഖുർആന്റെ ഒരു പേജെങ്കിലും നോക്കാതെ കിടന്നുറങ്ങാത്ത മനുഷ്യരായി നമ്മൾ മാറണം. യാത്രാവേളയിൽ മുസ്ഹഫ് കൂടെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈലിലെങ്കിലും ഉണ്ടാവും നമുക്ക് ഖുർആൻ. ഒരു വരിയെങ്കിലും കാണാതെ കിടന്നുറങ്ങുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. ഇങ്ങനെ ഇബാദത്തിൽ നിഷ്കർഷയുള്ള, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇബാദത്ത്. ഇതൊക്കെ കേട്ടിട്ട് ഇനി പെണ്ണുങ്ങൾക്ക് ഒസുവാസ് വരണ്ടേ? കുറേ ആൾക്കാർ കൗൺസിലിങ്ങിൽ എന്നോട് പറയലുണ്ട്, രാത്രി 12 ഓല യശണ്ട് തീരൂല. പുതിയാപ്പിളമാർ പറയുന്നതാണ്. ഒസുവാസിൻ്റെ കാര്യമല്ല, കൃത്യമായി നിർവഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒസുവാസ് ഉണ്ടായാൽ വലിയ പ്രയാസമാണ്. അത് ഒഴിവാക്കാൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. വെറുതെ അതിന് കൗൺസിലിംഗ് ഒന്നും പോകണ്ട. ചില ആൾക്കാർക്ക് കണ്ട് കുളിമുറി കയറിയാൽ ഒരുപാട് പ്രയാസം. ചില ആൾക്കാർക്ക് ഒതു എടുത്തിട്ട് മനസ്സിനോടാണ്ട് പറയാം എത്ര മതി ഒതു എന്നുള്ളത്. അങ്ങനത്തെ ഒരിക്കൽ ഒസുവാസ് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇബാദത്തിൽ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് സമയക്കുറവ്. മൂന്നാമത്തത് മുആമലാത്താണ്. ഇനി വളരെ ശ്രദ്ധിക്കണം. ഇനി പറയുന്ന മൂന്നാമത്തത് മുആമലാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ്. സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മത. ഹജ്ജിന് പോയ സമയത്ത് പോലും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ.
അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഷെബീറിനെ എടുത്തിക്കൊണ്ട് പറയല്ല, നിങ്ങൾ കൊടുക്കാണ്ടല്ലോ എന്ന് നിനക്കറിഞ്ഞുകൂടാ. നമ്മൾ ആ സമയത്തും 5000 റുപ്യക്ക് പിശുക്കാൻ നോക്കും. ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യുന്ന ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാർക്ക്? ആളുകൾക്ക് തിന്നാൻ കൊടുക്കണം. നമ്മളവിടെ അറബികൾ കിട്ടുന്നത് നമ്മൾ കുറച്ച് വാങ്ങി തിന്നല്ലോ, നിങ്ങളെ കൂടെ പോയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹറമിൽ നിന്ന് നേരെ മിനയിലേക്ക്, മിനയിൽ നിന്ന് അറഫയിലേക്ക്, അറഫയിൽ നിന്ന് മുസ്ദലിഫേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിക്കനോ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ ഹജ്ജിന് വന്നവർ കൊടുക്കണത് തന്നെയാണ്. നമ്മൾ ഹജ്ജിന് പോയിട്ട് ഒരു കട്ടൻ ചായ പോലും ഒരാൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഞങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന ഹജ്ജാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മക്ബൂലായത് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ആളുകളെ തീറ്റിപ്പിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാകില്ല. അത് പോട്ടെ, ഇനിയുള്ള കാലം നമ്മൾ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണമെന്നതാണ്. എന്താ സാമ്പത്തിക സൂക്ഷ്മത? ഇങ്ങോട്ട് വരുന്നതിലോ അങ്ങോട്ട് പോകുന്നതിലോ ഒരു ഹറാമുമില്ലാതിരിക്കുക എന്നതാണ് മുആമലാത്ത്. മുആമലാത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും അഞ്ചനും ചേട്ടനും തല്ലുകൂടിയിട്ട് പിതാവിൻ്റെ 1 സെന്റ് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുആമലാത്തിൻ്റെ ഭാഗമാണ്. ആ 1 സെന്റ് കൊണ്ട് നമ്മുടെ ഹജ്ജ് പോലും കബൂലാകില്ല. കാരണം മുആമലാത്ത്, സാമ്പത്തിക സ്ഥിതി, സാമ്പത്തികപരമായ ഇടപാടുകൾ ശരിയല്ല എങ്കിൽ ഹജ്ജും ഇതൊന്നും ആകാശത്തേക്ക് ഉയർന്നിട്ടില്ല, അതെല്ലാം വൃഥാവിൽ പോകുമെന്നതാണ്. ഒരു മനുഷ്യൻ്റെ 1 ഇഞ്ച് ഭൂമിയോ ഒരു മനുഷ്യൻ്റെ 1 രൂപയോ നമ്മൾ അനാവശ്യമായി നമ്മളിലേക്ക്, അവിഹിതമായി നമ്മളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇനിയുള്ള കാലം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ നമ്മൾ കാട്ടിക്കൂട്ടിയത് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ പോയിട്ട് അനിയത്തിയോട് പറഞ്ഞ, മോളെ 28 സെന്റായിരുന്നു, അതിൽ 1/2 സെന്റ് എനിക്ക് കുറവുണ്ട്, ഞാനിതാ വിട്ടുതരുന്നു എന്ന് പറയണം. എങ്കിലേ നമ്മുടെ ഹജ്ജൊക്കെ ഹജ്ജാവൂ. നമ്മൾ അങ്ങോട്ട് എത്ര വിട്ടുകൊടുക്കുന്നു, അള്ളാഹു അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കും. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ആണുങ്ങളോട്, എന്നെ പോലെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവരോട്, അല്ലെങ്കിൽ വലിയ കച്ചവടം നടത്തുന്നവരോട്, ആരുമാകട്ടെ, അവരൊക്കെ അതിൻ്റെ സൂക്ഷ്മത പാലിക്കണമെന്നതാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഹജ്ജൊക്കെ കഴിഞ്ഞല്ലോ, അപ്പം നമ്മൾ ഫിറ്റായി, ഇന്നത്തെ കുട്ടിയുടെ ഭാഷ പറഞ്ഞ സെറ്റായി, ഇനി വേറൊന്നും നോക്കാനില്ല എന്നുള്ളതാണ്. സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ലളിതമായി ജീവിക്കണം, അതൊന്ന്. പക്ഷെ അതിലേറെ നമ്മൾ സൂക്ഷ്മമായി ജീവിക്കണം. ഒരാളിൽ നിന്നും അവിഹിതമായി നമുക്കൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം, നാട്ടു നടപ്പനുസരിച്ചുള്ളതല്ല. അയാളോട് പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ടത് തരാവൂ. അല്ലാതെ ഇത്ര ശതമാനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ആർത്തി പിടിച്ച് വാങ്ങല് പോലും മുആമലാത്തിൽ ചതിയാണ് എന്നതാണ്. നമുക്ക് പറയാനുള്ളത് പറയാമല്ലോ. ഞാൻ എന്തായാലും ഞാൻ മൈക്കിലൂടെ പറഞ്ഞതുപോലെ അത് റെക്കോർഡാക്കണം. ഒരൊറ്റ വിദ്യാർത്ഥികളിൽ നിന്നോ ഒരു പറമ്പച്ചോടത്തിൽ നിന്നോ, എൻ്റെ മധ്യസ്ഥത്തിൽ ഒരുപാട് പറമ്പച്ചോടം നടന്നിട്ടുണ്ട്, 1000 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. 1000 രൂപ പോലും. അതിൻ്റെ അർത്ഥം ഇപ്പോൾ കമ്മീഷൻ വാങ്ങണ്ടെന്നൊന്നുമല്ല, നിങ്ങൾ വാങ്ങിക്കോ, പക്ഷെ പൊരുത്തപ്പെട്ട് വാങ്ങണം. അപ്പം നിങ്ങളിപ്പോൾ ആരോടാണ് ഇപ്പോൾ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. ഇതാണ് ദീൻ. സാമ്പത്തിക സൂക്ഷ്മതയാണ്. സാമ്പത്തിക സൂക്ഷ്മത എത്രത്തോളം ഉലമാക്കൾ ചർച്ച ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു റോഡ് പോകുന്നു. ആ റോഡ് ടാറിട്ട് പോവാണ്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. അതിലടക്കം മെമ്പർ നമുക്ക് നല്ലോണം അറിയുന്ന മെമ്പറുമാണ്, അല്ലെങ്കിൽ MLA നല്ല പരിചയമുണ്ട്. അപ്പം നമ്മളെ ഗേറ്റിക്ക് കൊണ്ടൊന്ന് കയറ്റിടാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെ നമ്മളെ ഗേറ്റിലേക്ക് അതൊന്നാണ് കയറ്റിയിടുക. ആ കയറ്റിടുന്നതിന് 3.5 കോടി ജനതയോട് നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മാപ്പ് പറയണം. അവർ സ്വീകരിക്കുമെന്ന് അറിഞ്ഞൂടെ. കാരണം ഒരാളെ പറ്റിക്കണ മാതിരിയല്ല പൊതുഖജനാവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ. പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയാനുള്ളതാണ്. അഥവാ റോഡ് ടാറിടുന്ന സമയത്ത് അതിൽ നിന്നൊന്ന് കയറ്റി നമ്മുടെ ഇതിലേക്ക് കണ്ടിടൽ പോലും 3.5 കോടി ജനതയുണ്ട് ഈ കേരളത്തിൽ. അത് കേന്ദ്ര ഫണ്ടാണെന്നുണ്ടെങ്കിൽ അതിലേറെ കുടുങ്ങി. 132 കോടി ജനതയോട് നമ്മൾ മാപ്പ് പറയണം. അതുകൊണ്ട് സൂക്ഷ്മമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ വീട്ടിലേക്കുള്ള റോഡൊക്കെ നമ്മളിടാനുള്ളതാണ്. അല്ലാതെ അത് ഓർഡർ പ്രകാരം പോകാനുള്ളതാണെങ്കിൽ നടന്നോട്ടെ, അതിലൂടെ കുറേ വഴികൾ പോകുന്നുണ്ട്, ആയിക്കോട്ടെ, ഇടാണെങ്കിൽ ഇട്ടോട്ടെ. പക്ഷെ നമ്മുടെ ഗേറ്റിലേക്ക് അതുപോലും സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അധികം നമ്മൾ ചർച്ച ചെയ്യാറില്ല. സൂക്ഷ്മത പാലിക്കണം നമ്മൾ. എത്രത്തോളം ഞാൻ എൻ്റെ സ്ത്രീകളോട് പറയാം,